ഇന്ത്യയുടെ ഒരു ഡിപ്ലോമസിയെ കുറിച്ച് കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ചരിത്രത്തിലെല്ലാം എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദം സ്ഥാപിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ ഒരു അവസ്ഥ എടുത്ത് നോക്കുന്ന സമയത്ത് ചുറ്റും ചുറ്റിക്കിടക്കുന്ന രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളായി മാറുന്നില്ല എന്നുള്ളതാണ്. പാകിസ്ഥാനും ചൈനയും പണ്ടേ ഒരു ഈ സംഘർഷാവസ്ഥയിൽ നിൽക്കുന്നതാണ്. ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന രാജ്യങ്ങളൊന്നായിരുന്നു നേപ്പാൾ. നേപ്പാൾ ഇപ്പോൾ ഇന്ത്യയുമായി അത്ര നല്ല സൗഹൃദ ബന്ധത്തിലല്ല ഉള്ളത്. മാലിയിൽ നിന്ന് ഇന്ത്യയോട് ഇന്ത്യൻ പട്ടാളക്കാരോട് പുറത്തു പോകാൻ വേണ്ടി നിലവിലെ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത്. ബംഗ്ലാദേശ് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഇന്ത്യ ഇങ്ങനെ കൈ തിരിച്ചു വെക്കുമ്പോൾ അതിനടിയിൽ ഒരു തണല് പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ തണലേറ്റ് നിൽക്കുന്നത് പോലെയുള്ള രാജ്യമായിരുന്നു. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കൊടുത്താൽ ഇന്ത്യയാണ്. പക്ഷെ ഇന്ന് ആ ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. ശ്രീലങ്കയിൽ ഒരു പോർട്ട് ഇപ്പോഴും ചൈനയുടെ കയ്യിലാണുള്ളത്. ചൈന ഒന്നിലധികം പോർട്ടുകൾ 4 പുറത്തും വാങ്ങി നമ്മൾ ആക്ച്വലി ചൈനയുടെ മതിലിന്റെ ഉള്ളിലാണ് നമ്മളെന്ന് വേണമെങ്കിൽ പറയാം ചുറ്റിക്കിടക്കുന്നതാണ്. അതിലേക്കാണ് റഷ്യയുമായുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയത് സംസ്കരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതിലേക്ക് വരുന്നത്. അവിടെ ചൈന അടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതുപോലും വിജയിക്കാത്തൊരു സാഹചര്യമുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് മറ്റുള്ള രാജ്യങ്ങളോടുള്ള സമീപനത്തിലും കഴിഞ്ഞ 10 വർഷങ്ങളായി ഇന്ത്യക്ക് സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റം അത് ഈ ഒരു അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.